Prabhu
God.
ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രത്തോരിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യവിഭാഗത്ത് മുഴുവൻ അവനെതിരെ അണിനിരത്തി. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി. കൂടുതൽ ഗൗരവമുള്ളതാണ്. അപ്പോൾ മുതൽ പീലാത്തോസ് അവരെ വിട്ടയക്കുവാൻ ശ്രമമായി. എന്നാൽ യഹൂദർ വിളിച്ചു പറഞ്ഞു, ഇവനെ മോചിപ്പിക്കുന്ന പക്ഷം ഈ സീസറിന്റെ സ്നേഹിതനല്ല. തന്നെ തന്നെ രാജാവാക്കുന്ന ഏവരും സീസറിന്റെ വിരോധിയാണ്. ഈ വാക്കുകൾ കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കൽത്തടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു. അന്ന് പെസഹായുടെ ഒരുക്കത്തിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറുമായിരുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിവസങ്ങളൊക്കെയും സ്ത്രീകളും ആരാധനയും യോഗ്യമാകുന്നു. Sa
കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുരിയിട്ട് ഭാഗിച്ചെടുത്തു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പാരമ്യമാണ് ഗോകുൽത്തായിലെ കുരിശിൽ നമ്മൾ കണ്ടുകൊണ്ടത്. അവൻ അനുഭവിച്ച പീഡനങ്ങൾ, അവന്റെ ജീവിതത്തിൽ അവനേറ്റെടുക്കുകയാണ് അപമാനം, അവന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ ഒറ്റപ്പെടൽ, അവസാനം സ്വന്തം പിതാവ് പോലും തന്നെ കൈവിട്ടോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ക്രൂശിലെ സഹനങ്ങൾ. ഈ സഹനങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ധ്യാനിക്കേണ്ട ദിവസമാണ്. ഇന്നും ക്രൂശിതനായ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവഗണിക്കുകയും മാറ്റി നിർത്തുകയും മുഖത്ത് ഉപയോഗിച്ച ഒത്തിരി അനുഭവങ്ങളും അവസ്ഥകളും നമുക്കുണ്ട്. ഈ സമയത്ത് നമ്മുടെ ആരെങ്കിലും ഒന്നേഴ് പേരെങ്കിലും ഈശോയെ അടുപ്പിച്ച് വഹിക്കാനായിട്ടുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട്. ഈശോയുടെ കൈകളിൽ നിന്ന് അപമാനം ഭക്ഷിച്ചവരും അവൻ സൗഖ്യം കൊടുത്തവരും അവനെ ഓശാന വിളിക്കാൻ വേണ്ടി അവൻ മുൻപന്തിയിൽ നടന്നവരും ഒത്തിരി പേര് ഒരുപക്ഷെ കുരിശുയാത്രയിൽ ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾക്ക് പോലും ഈശോയുടെ മുഖത്ത് വീഴുന്ന ചോരയുടെ, അവന്റെ മുഖത്ത് കണ്ട വേദനയുടെ, അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സഹനത്തിന്റെ, ഒറ്റപ്പെടലിന്റെ ആ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്കൊക്കെ സാധാരണ നടക്കുന്ന ഒരു സംഭവം പോലെ അവർക്ക് ചുറ്റും കൂടുക. അതുകൊണ്ടാണ് പട്ടാളക്കാരുടെ ഇടയിലൂടെ വളരെ വ്യക്തമായിട്ട് എഴുതി, പട്ടാളക്കാരുടെ ഇടയിലൂടെ അവൾ ഈശോയെ സമീപിച്ച് ഈശോയുടെ മുഖം കുറച്ചു. ഇവിടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ അപമാനിക്കപ്പെടുന്നത് കാണുമ്പോൾ ഈശോ തളർന്നു വീണു എന്ന് നമുക്ക് തോന്നുന്നു. ഞാൻ ഇതിന്റെ കൂടെ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. പട്ടാളക്കാരുടെ ഇടയിലൂടെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന സ്ത്രീ ഓർക്കണം, അവര് കാര്യമായിട്ടൊന്നും പഠിച്ചാൽ തീരാവുന്നതാണ് ജീവിതം. എത്ര വലിയ അപമാനം ഉണ്ടായിക്കൊള്ളട്ടെ, എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലായിക്കൊള്ളട്ടെ, ഈ അവസ്ഥയിൽ എനിക്ക് അവനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഇത് വെള്ളിയാഴ്ചയിൽ കടന്നു പോകും. അതുപോലെ കുറേ സമയം മുമ്പ് കുറച്ചേറെ പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ചൊല്ലും. അവസാനം കയ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, കഞ്ഞിലിട്ട് കറുത്ത ഉറുമ്പും ആ കറുത്ത മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഇത് കഴിയുമ്പോഴെല്ലാം പൊടി തട്ടി കാണാത്ത കുറെ ആളുകളെ തായിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും. ഇതിൽ നിന്ന് ഒരു ഗൗരവിക്കായി ഒരു ശിവനോടും ഒക്കെ ഉണ്ടായാൽ അതാണ് സഭ ആഗ്രഹിക്കുന്നത്. അതാണ് ക്രൈസ്തവ വിശ്വാസം. നമുക്ക് പ്രാർത്ഥിക്കാം. Amen.
അടുപ്പിച്ചു. യേശുവിനാകെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവൻ തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തിരുമനസ്സായവനേ, നിനക്ക് സ്തുതി. തന്റെ മരണത്താൽ മനുഷ്യരായ ഞങ്ങൾക്ക് ജീവൻ തന്ന മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തിരുമനസ്സായവനേ, നിനക്ക് സ്തുതി. തന്റെ മരണത്താൽ മനുഷ്യരായി ഞങ്ങൾക്ക് ജീവൻ തന്ന മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ തിരുമനസ്സായവനേ, നിനക്ക് സ്തുതി. തന്റെ മരണത്താൽ മനുഷ്യരായ ഞങ്ങൾക്ക് ജീവൻ തന്ന മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പരേതരെ ആശ്വസിപ്പിക്കണമേ. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കുവാനും അവരെ നീക്കം ചെയ്യുവാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. അതിനാൽ പടയാളികൾ വന്നവരോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി. ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അനുഗ്രഹിക്കപ്പെട്ട
സമാധാനത്തിന്റെ അടയാളം വിജയത്തിന്റെ പതാകയും രക്ഷയുടെ ആയുധവുമായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളെല്ലാവരെയും അതിന്റെ കീഴിൽ സംരക്ഷിക്കുകയും അതിന്റെ ശക്തിയാൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ. നിന്റെ വിരിക്കപ്പെട്ട ലോകത്തിന് 4 ഭാഗങ്ങളെ പിടിച്ചടക്കി നിന്നെ നഗ്നനായി കണ്ടതിനാൽ ആകാശമണ്ഡലത്തിൽ സൂര്യൻ അസ്തകാലമായി മധ്യാഹ്ന സമയത്ത് സൂര്യനിട്ടായി ശ്രീവാമനത്തിൽ വെച്ച് നീ ഉച്ചരിച്ച ശബ്ദത്താൽ ആകാശവും ഭൂമിയും പ്രവഹിച്ചു. മരിച്ചവരോടുകൂടി നീ എണ്ണപ്പെട്ടു. കവളിൽ നിന്ന് നീ എഴുന്നേറ്റ് നഷ്ടപ്പെട്ട സൗഭാഗ്യം നീ തിരികെ കൊടുത്തു. രക്ഷകനായ കർത്താവേ, നിന്റെ കരുണ എത്രയോ മഹനീയമാകുന്നു. നീ എനിക്ക് രക്ഷയുടെ വഴി നൽകി. ഏതൊരു പരദീസായുടെ മധ്യയുണ്ടായിരുന്ന ജീവവൃക്ഷം ലോകത്തിന് ജീവദായകമായി തീർന്ന ശ്രീവായെ സൂചിപ്പിക്കുന്നു. അതിനെ ബഹുമാനിക്കുന്ന ഈ ദിവസം ആകാശവും ഭൂമിയും സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുന്നു. അവയോട് ചേർന്ന് നമുക്കും ഉദ്ഘോഷിക്കാം. ഞങ്ങൾക്ക് രക്ഷയുണ്ടായിരുന്ന ശ്രീവായേ ഞങ്ങൾ കുമ്പിടുന്നു. സുഖാതമ്പരായേ, നീ എഴുന്നള്ളി വരുമ്പോൾ
ഞങ്ങൾക്കെതിരായി
ും
Lord.
ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കലറയും ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കബറടക്കം വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്റെ താഴ്മയും അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. ഞങ്ങൾക്ക് വേണ്ടി മരണം ആസ്വദിച്ചവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. Dear
Thank you.